ഓം നമോ നാരായണായ. നാരായണീയം ദശകം 5 വിരാട് പുരുഷോൽപത്തി. ശ്ലോകം 2. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം ഏയുഷി ത്വയി തഥാ നിർലീനതാം ആയുയു. തേഷാം ന ഏവ വദന്തി അസത്വമയി ഭോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവ. വിഭോ, സർവവ്യാപിയായ ഭഗവാനെ, തഥാ കാലകർമ്മഗുണാച, അന്ന് ആ പ്രളയകാലത്ത് കാലവും സുകൃതമോ ദുഷ്കൃതമോ ആയ കർമ്മവും സത്വരജസ്തമസ്സുകൾ എന്ന ഗുണങ്ങളും ജീവനിവഹ ജീവികളുടെ സമൂഹങ്ങളും കാര്യം വിശ്വം ച മായാകാര്യമായ പ്രപഞ്ചവും ചില്ലീലാരതിം ഏയുഷി ത്വയി ചില്ലീലയിൽ താൽപ്പര്യത്തെ പ്രാപിച്ചവനായ അങ്ങയിൽ. ചില്ലീല എന്ന് പറയുന്നത് സാക്ഷാൽ ചിത്തിൽ ലയിക്കുക, അതായത് സ്വസ്വരൂപാനുധ്യാനത്തിൽ ലയിക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചവനായ അങ്ങയിൽ നിർലീനതാം ആയയു നിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. ഐഭോ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ് മേൽപ്പത്തൂർ. ശക്ത്യാത്മനാ തിഷ്ഠതാം, ശക്തികളായിട്ടു വർത്തിച്ചിരുന്ന അവയ്ക്ക്, അതായത് കാലം മുതലായവയ്ക്ക്, തേഷാം അസത്വം ന ഏവ വദന്തി, അസത്വം അതായത് തീരെ ഇല്ലായ്മ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോ ചേത്, അല്ല എങ്കിൽ, അതായത് അസത്വം ഉണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം ഇല്ലാതിരുന്നു എങ്കിൽ, ഗഗനപ്രസൂന സദൃശാം ഭൂയ സംഭവ കിം ഭവേത്, ആകാശകുസുമതുല്യങ്ങളായ അവയ്ക്ക് പിന്നെ ഉൽപ്പത്തി ഉണ്ടാകുമോ? ആദിയിൽ മഹാപ്രളയകാലത്ത് പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ ഏകനായി അവശേഷിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് കാലകർമ്മ ഗുണാദികളും മായാകാര്യമായ പ്രപഞ്ചവുമെല്ലാം, അതായത് അസംഖ്യം ഗോചര വസ്തുക്കൾ അടങ്ങിയ പ്രപഞ്ചം നിലനിൽക്കുന്നുവെന്ന തോന്നൽ ഉളവാക്കുന്ന പ്രപഞ്ചവും അതിലെ എണ്ണമറ്റ വസ്തുക്കളും ഉണ്ടെന്ന മിഥ്യാബോധം വ്യക്തിയുടെ ആത്മാവിൽ ജനിപ്പിക്കുന്നതാണ് മായ. അതാണ് മായാകാര്യമായ പ്രപഞ്ചം എന്ന് പറഞ്ഞത്. ഇവയെല്ലാം സൂക്ഷ്മമായി മായാശക്തിയിൽ ലയിച്ച് ആ ശക്തി ആത്മാനന്ദത്തിൽ രമിച്ച് യോഗനിദ്രയെ പ്രാപിച്ചിരുന്ന നിന്തിരുവടിയിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ തന്നെ വേണം കരുതാൻ എന്നാണ് മേൽപ്പത്തൂർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അല്ല എങ്കിൽ ആകാശപുഷ്പം പോലെ ഇല്ലാത്ത ഒന്നായി തീരുകയില്ലേ? ആകാശപുഷ്പം എന്ന് പറയുന്ന ഒന്നില്ല. അപ്പം അതുപോലെ ഇല്ലാത്ത ഒന്നായി തീരുകയില്ലേ? അങ്ങനെ ഇല്ലാത്തവയായിരുന്നുവെങ്കിൽ വീണ്ടും ഒരു ഉൽപ്പത്തി എങ്ങനെയാണ് സംഭവിക്കുക? അതുകൊണ്ട് വേദങ്ങളിലെല്ലാം പ്രതിപാദിച്ചിട്ടുള്ള സിദ്ധാന്തം അനുമാനം കൊണ്ട് ഇവിടെ ദൃഢമാക്കുന്നു. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയു. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവ.